പ്രഭാത ചിന്തകൾ എന്ന ഈ പങ്ക്തിയിലേക്ക് ഒരിക്കൽ കൂടെ ഏവർക്കും സ്വാഗതം. ഇന്ന് യേശുവിൻ്റെ ഒരു ആശയത്തെ ആസ്പദമാക്കി ചില പ്രാവർത്തിക യാഥാർത്ഥ്യങ്ങൾ അല്പം പരിചയപ്പെടുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുക എന്നതാണ് ലക്ഷ്യം. ഞാൻ അതിന് സഹായമാകത്തക്കവണ്ണം 2 വേദപുസ്തക വാക്യങ്ങൾ വായിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യവും റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യവുമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ആദ്യം മത്തായിയുടെ സുവിശേഷം 5:39 വായിക്കാം. അതിനുശേഷം റോമർക്കെഴുതിയ ലേഖനത്തിൽ നിന്നും വായിക്കുന്നതാണ്. യേശു പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ച് കാണിക്കുക. ഡു നോട്ട് റെസിസ്റ്റ് ഈവിൾ. 3 വാക്കുകൾ മാത്രം ഓർത്തിരുന്നാൽ മതി. ഡു നോട്ട് റെസിസ്റ്റ് ഈവിൾ. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ഈ ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് റോമായിലുള്ള സഭയ്ക്ക് എഴുതുമ്പോൾ അത് കുറച്ചുകൂടെ വികസിപ്പിച്ച് എഴുതുന്നതായി നാം കാണുന്നു. ഞാൻ ആ ഭാഗം വായിക്കാൻ പോവുകയാണ്. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. തിന്മയോട് തോൽക്കാതെ, പരാജയപ്പെടാതെ നന്മ കൊണ്ട് തിന്മയെ ജയിക്കുക. അപ്പോൾ പൗലോസ് അപ്പോസ്തലനും വ്യക്തമായി പറയുന്നത്, നിങ്ങൾ തിന്മയോട് യുദ്ധം ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെട്ടാൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും. കാരണം അതിൻ്റെ യുക്തി മനസ്സിലാക്കണം. പ്രത്യേകിച്ച് കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഇന്ന് വളരെ ശോചനീയമായ ഒരവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ സഭാ ജീവിതത്തിൽ തിന്മകൾ നിറഞ്ഞു നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം നാനാ വശങ്ങളിൽ നിന്നും നമ്മെ തുറിച്ചു നോക്കുമ്പോൾ ഇത് സംബന്ധമായ ധർമ്മരോഷം നമ്മുടെ ഹൃദയത്തിൽ തീ പോലെ കത്തിത്തുടങ്ങുമ്പോൾ യേശുവിൻ്റെ ഈ പഠിപ്പീരുകൾ, അതിനനുബന്ധമായിട്ടുള്ള ആശയങ്ങൾ കൂടുതൽ വ്യക്തമായി ഗ്രഹിക്കുകയും അതിനെ പ്രാവർത്തികമായി ഉപയോഗിക്കുകയും ചെയ്യേണ്ട ആവശ്യം പൂർവാധികമാണ് എന്ന് ഈ സമയത്ത് ആമുഖമായി മാത്രം ഒന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ലൗകികമായ യുക്തിയിൽ നാം നോക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ വിശ്വസ്തത എന്ന് നമുക്ക് തോന്നാവുന്നത്, ദൈവം നിർമ്മിച്ചിട്ട് നല്ലത് എന്ന് കണ്ട ഈ ലോകം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം സൃഷ്ടി നടത്തുന്ന ഓരോ ഘട്ടത്തിലും നല്ലത്, 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 വളരെ നല്ലത് എന്ന് 4 തവണ ആവർത്തിക്കുന്നതായി നാം കാണുന്നു. അങ്ങനെ ദൈവനിർമ്മിതമായ ഈ ലോകത്തിൽ തിന്മകൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു, തിന്മകൾ രാജത്വം ചെയ്യുന്നു എന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ദൈവത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ വിശ്വസ്തതയും നീതിയും നന്ദിയും ചുമതലയും ഈ അനീതികളോട് യുദ്ധം ചെയ്യുക അതാണ് എന്ന് നമുക്ക് തോന്നുവാൻ വലിയ സാധ്യതയുണ്ട്, സ്വാഭാവികമാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഉപദേശമാണ് യേശു നൽകുന്നത്. നിങ്ങൾ തിന്മയെ എതിർക്കരുത്. അതിൻ്റെ അർത്ഥം തിന്മയെ സഹിക്കണമെന്നോ, അല്ലെങ്കിൽ തിന്മയാണെന്ന് അറിഞ്ഞിട്ട് അതിനോട് സഹകരിക്കണമെന്നോ, തിന്മകൾക്കപ്പുറത്ത് വ്യത്യസ്തമായ മറ്റ് സാധ്യതകളില്ല എന്ന് വിശ്വസിക്കണമെന്നോ ഒന്നുമല്ല. യേശു പ്രാവർത്തികമായ ഒരു യാഥാർത്ഥ്യത്തെ, ഒരു മർമ്മത്തെ ബോധ്യപ്പെടുത്തുകയാണ്, നമ്മെ അറിയിക്കുകയാണ്. എന്താണ്? നാം തിന്മകളോട് യുദ്ധം ചെയ്യുമ്പോൾ, പൊരുതുമ്പോൾ
നമ്മുടെ ഉദ്ദേശം എത്ര വിശുദ്ധമാണെങ്കിലും എത്ര ദൈവികമാണെങ്കിലും നാം അറിയാതെ തന്നെ ഈ യുദ്ധത്തിൻ്റെ മൂർച്ച വർദ്ധിക്കുന്തോറും തിന്മയുടെ മർമ്മങ്ങളിലേക്ക് ആണ്ടുപോകുവാനുള്ള സാധ്യത വളരെ അധികമാണ്. അതിൻ്റെ യുക്തി എന്താണ് എന്ന് ഞാൻ വളരെ ഹ്രസ്വമായി സൂചിപ്പിക്കട്ടെ. ഇപ്പോൾ ആരെങ്കിലും ഒരാൾ എന്നെ ആക്രമിക്കാൻ വരുന്നു, വടി കൊണ്ട് തല്ലാൻ വരുന്നു, അല്ലെങ്കിൽ കത്തി കൊണ്ട് കുത്താൻ വരുന്നു. ആ സമയത്ത് ഞാൻ ആ വ്യക്തിയോട് യുദ്ധം ചെയ്യണമെങ്കിൽ, ചെറുക്കണമെങ്കിൽ, ആ വ്യക്തി ഏത് തട്ടത്തിൽ നിൽക്കുന്നുവോ ആ തട്ടത്തിൽ നിന്ന് ആ വ്യക്തി ഉപയോഗിക്കുന്ന ആയുധം എന്താണ്, അല്ലെങ്കിൽ തന്ത്രം എന്താണ്, മുറ എന്താണ്, അതിനനുസരിച്ച് ഞാൻ എൻ്റെ നിലപാടും തന്ത്രവും മുറയും രൂപീകരിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നേതൃത്വം ആർക്കാണ്? ആരാണ് സാഹചര്യം നിശ്ചയിക്കുന്നത്? ആരാണ് ഞാൻ എപ്രകാരം പ്രവർത്തിക്കണമെന്നും ഏത് ആയുധം ഉപയോഗിക്കണമെന്നും അല്ലെങ്കിൽ ഏത് മുറ പ്രയോഗിക്കണമെന്നും തീരുമാനിക്കുന്നത്? ഞാനല്ല, അക്രമിയാണ്. അക്രമിയുടെ അക്രമത്തെ ചെറുക്കുമ്പോൾ നാം അറിയാതെ തന്നെ ആ അക്രമിയുടെ കാഴ്ചപ്പാടിനെയും മനോഭാവത്തെയും നമ്മുടെ ഉള്ളിലേക്ക് കടക്കുവാൻ അനുവദിക്കുന്നു. അങ്ങനെ യുദ്ധം കഴിയുമ്പോൾ, യുദ്ധത്തിൻ്റെ ഓരോ സ്റ്റേജും കഴിഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ ആക്രമിക്കപ്പെട്ട ഞാനും ആക്രമിക്കാൻ വന്ന ആ വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞ് അവസാനം ഇല്ലാതെയായിത്തീരുന്നു. ഞാനും ആ അക്രമിയുടെ ഒരു തനി പകർപ്പായി മാറുന്നു. തിന്മയ്ക്ക് മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറുവാൻ വലിയ ശക്തിയുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം കർത്താവ് രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ തിന്മയില്ല എന്നും തിന്മയുള്ളത് നിരാകരിക്കണമെന്നും അതിനോട് സഹകരിക്കണമെന്നും അർത്ഥമില്ല. നാം തിന്മയ്ക്കെതിരെ പൊരുതുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വിളക്ക് അണഞ്ഞു പോകരുത് എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഇതിൻ്റെ ലളിതമായ സാരാംശം. എന്നാൽ പലപ്പോഴും അങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് തിന്മ കാണുമ്പോൾ ധർമ്മരോഷം അനുഭവിക്കുന്നു എന്ന് വിചാരിക്കുക. ഈ കാലത്ത് പലർക്കും അതില്ല. അത് മറ്റൊരു വിഷയമാണ്. തൽക്കാലം അത് പരിഗണിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് മാത്രം. നമുക്ക് തിന്മകൾ കാണുമ്പോൾ ധർമ്മരോഷം ഉണ്ടാകുന്നു, ശക്തമായി അനുഭവിക്കുന്നു എന്ന് വിചാരിക്കുക. അതുകൊണ്ട് നമുക്ക് നന്മയോട് താല്പര്യമുണ്ട് എന്ന് അർത്ഥമില്ല. നമുക്ക് തിന്മയോട് ധർമ്മരോഷം ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം, മനഃശാസ്ത്രപരമായ കാരണം, ഈ തിന്മ ചെയ്യുന്ന ആളുകൾ അനുഭവിക്കുന്ന ആ അഡ്വാൻറ്റേജസ്, നേട്ടങ്ങൾ, സൗകര്യങ്ങൾ, സ്വാതന്ത്ര്യം, അവർ പ്രകടിപ്പിക്കുന്ന ആ ഒരു ധൈര്യം, മറ്റുള്ള മേലുള്ള നിയന്ത്രണം, ഇവയൊക്കെ നാമും കാംക്ഷിക്കുന്നതാണ്. അത് നമുക്ക് വേണ്ടതുപോലെ പ്രാപിപ്പാനോ പ്രയോഗിക്കാനോ കഴിയുന്നില്ല. അതുകൊണ്ട് അസൂയ കൊണ്ടും ഈ ധർമ്മരോഷം എന്ന് തോന്നിയേക്കാവുന്ന അവസ്ഥയിലേക്ക് നാം കടന്നു പോകുവാൻ സാധ്യതയുണ്ട്. അത് ധർമ്മരോഷമായി അവതരിപ്പിക്കുമ്പോഴും അത് ധർമ്മവുമായി ബന്ധമില്ല. അത് വെറും അധർമ്മത്തിൻ്റെ മറ്റൊരു മുഖമാണ് എന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. അത് തിരിച്ചറിയാൻ വലിയ പ്രയാസമൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ കാലത്ത് കഴിഞ്ഞ 5-6 വർഷങ്ങളായി എനിക്കിത് വ്യക്തമായി ബോധ്യപ്പെടാനുള്ള കാരണം കേരളത്തിൽ വന്ന ശേഷമുള്ള എൻ്റെ അനുഭവങ്ങളാണ്. ഞാനിവിടെ വന്നപ്പോൾ തുരുതുരയായി അനേകം ആളുകൾ എന്നെ ബന്ധപ്പെട്ട് കേരള ക്രിസ്തീയ സമൂഹത്തിൻ്റെ മധ്യത്തിൽ, കേരളത്തിലെ സഭകളുടെ ആന്തരികമായ ജീവിതത്തിൽ ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ ധാർമ്മികമായ ഇടിവുകൾ, തിന്മകൾ കുമിഞ്ഞുകൂടിയിരിക്കുന്ന അവസ്ഥ,
വിശ്വാസികൾക്ക് നാണക്കേട് കൊണ്ട് പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള നാണക്കേട് സമ്പാദിച്ചു വച്ചിരിക്കുന്ന അവസ്ഥ, ഇതിനെപ്പറ്റി വലിയ ധർമ്മരോഷം പ്രകടിപ്പിച്ച അനേകം ആളുകളുണ്ട്. അത് ഒരു വഴിക്ക്. അതിനുശേഷം ക്രിസ്തുമത സംരക്ഷണത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട പല നവോത്ഥാന പ്രസ്ഥാനങ്ങളും കേരളത്തിലുണ്ട്. അത് വിശ്വാസികൾ, പുരോഹിതവർഗമല്ല, വിശ്വാസികൾ നേതൃത്വമെടുത്ത് നടത്തുന്നതാണ്. ഞാൻ അവരെ ഒന്നും പ്രത്യേകമായി എടുത്ത് പറഞ്ഞ് ആരെയും വിമർശിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ അവയിൽ ചിലതുമായി സഹകരിച്ച് കുറേ നാൾ അധ്വാനിച്ചു. എനിക്ക് വളരെ സ്പഷ്ടമായി മനസ്സിലായി, സഭയുടെ നേതൃത്വത്തിലിരുന്ന അഴിമതിയും അക്രമവും നാണക്കേട് വരത്തക്കവണ്ണം പ്രവർത്തിക്കുന്ന ആളുകളെ ചെറുക്കുവാനായി ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾക്കും യഥാർത്ഥത്തിൽ സഭ എന്തായിരിക്കണമെന്നോ സഭയുടെ നാഥനായ യേശുവിൻ്റെ ആദർശങ്ങൾ എന്താണെന്ന് അറിയുകയോ അത് നടപ്പിൽ വരുത്തണമെന്നോ വിശ്വാസികളുടെ ജീവിതം അവസ്ഥ മെച്ചപ്പെടണമെന്നോ വരുന്ന തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെന്നോ ഒന്നും വലിയ താല്പര്യമൊന്നുമുള്ളവരല്ല. ഓരോരുത്തരും അവരവരുടെ സ്റ്റേജ് പണിയുകയാണ് എന്നെനിക്ക് മനസ്സിലായി. ഞാൻ അതുകൊണ്ട് കാലക്രമേണ ഇങ്ങനെയുള്ള എല്ലാ സംരംഭങ്ങളിൽ നിന്നും പിന്മാറി. പിന്നെ സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞാൽ, ക്രിസ്തീയ ഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന വലിയ തകർച്ചകളുടെ കഥകൾ അരിച്ചുപെറുക്കി അവതരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ ചാനൽസ് നമുക്കുണ്ട്. അവരിൽ ഏതെങ്കിലും ഒന്നിൽ യേശുവിനെ പറ്റിയോ യേശുവിൻ്റെ ആദർശങ്ങളെപ്പറ്റിയോ ആദർശങ്ങൾ പാലിക്കുന്നതിൽ കൂടെ വിശ്വാസ സമൂഹത്തിന് പ്രാപിക്കാവുന്ന ആത്മീയമായ ഉണർവിനെപ്പറ്റിയോ മേന്മയെപ്പറ്റിയോ പ്രത്യേകിച്ച് യുവാക്കന്മാർക്ക് ലഭിക്കേണ്ട ആത്മീയമായ ശുശ്രൂഷയെപ്പറ്റിയോ വലിയ താല്പര്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവയെല്ലാം പരിഗണിച്ചാണ് ഇതിൽ നിന്നൊക്കെയും മാറി വ്യത്യസ്തമായ ഒരു ചെറിയ സംരംഭം, ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ യൂട്യൂബ് സംഗമം, അത് ആരംഭിക്കാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ അങ്ങനെ ആരംഭിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അല്പം ചാഞ്ചല്യമുണ്ടായിരുന്നു. കാരണം ഏതെങ്കിലും കാര്യം പൊതുരംഗത്ത് അംഗീകരിക്കപ്പെടുന്നത് ഒരു സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന അഭിരുചികളും കാഴ്ചപ്പാടുകളും അനുസരിച്ചാണ്. ഈ മാധ്യമലോകത്തിൻ്റെ അമിത പ്രസരണം കൊണ്ട് ഇന്ന് വിശ്വാസികളുടെ ഇടയിൽ ഏറ്റവും നാടകീയമായ കാര്യങ്ങൾക്കും ഇക്കിളി കൂട്ടുന്ന കാര്യങ്ങൾക്കും സെൻസേഷണലായിട്ടുള്ള കാര്യങ്ങൾക്കും മാത്രമേ താല്പര്യമുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ആഴമുള്ള ആശയങ്ങൾ ജനങ്ങളെ അറിയിക്കത്തക്കവണ്ണം വിഭാവന ചെയ്ത് ഇപ്രകാരം സാമൂഹ്യ മാധ്യമത്തിൽ ഒരു ചെറിയ ഇടം പിടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ചുവട് മുൻപോട്ട് വയ്ക്കാൻ ഒക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് വലിയ സംശയമുണ്ടായിരുന്നു. എന്നാൽ നിങ്ങളേവരും ആ സംശയം 100% ദൂരീകരിച്ചു എന്ന കർത്തൃനാമത്തിൽ സവിനയം ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ. അത് എൻ്റെ നേട്ടമല്ല, നിങ്ങളുടെ നന്മയാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു മാർഗവുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, തിന്മയെപ്പറ്റിയുള്ള ധർമ്മരോഷം അല്ലെങ്കിൽ ആളിക്കത്തുന്ന എതിർപ്പ്, ഇതനുഭവിക്കുന്നത് കൊണ്ട് നമുക്ക് നന്മയോട് പ്രേമമുണ്ട് അല്ലെങ്കിൽ നന്മ ചെയ്യുവാൻ താല്പര്യമുണ്ട് എന്നതിന് യാതൊരു തെളിവുമില്ല. പിന്നെ നന്മയിൽ ആഴമുള്ള വേരുറച്ചു നിൽക്കാത്ത ആളുകൾ മനഃശാസ്ത്രപരമായ കാര്യങ്ങൾ കൊണ്ടോ സ്വാർത്ഥപരമായ കാര്യങ്ങൾ കൊണ്ടോ മറ്റ് രാഷ്ട്രീയമായ താല്പര്യങ്ങൾ കൊണ്ടോ മതപരമായ മേഖലയിൽ നിൽക്കുന്ന തിന്മകളെ ചെറുക്കുവാനും അവയെ നിർവീര്യമാക്കുവാനും കച്ചകെട്ടി ഇറങ്ങുമ്പോൾ അവർ ഏത് ശക്തികളോട് പൊരുതുന്നു അതേ ശക്തികളുടെ മർമ്മം മാത്രമാണ് അവരുടെ ഉള്ളിലും പ്രവർത്തിക്കുന്നത് എന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിയാതെ ഈ ഗോഥായിൽ ഇറങ്ങുന്നത് കൊണ്ട് അവരറിയാതെ തന്നെ അവർ ചെറുക്കുന്ന തിന്മകളുടെ തനി പകർപ്പായി അവരും അധപ്പതിച്ചു പോകുന്നു
എന്ന മർമ്മഭേദകമായ യാഥാർത്ഥ്യം എനിക്ക് കേരളത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ വ്യക്തമായി തിരിച്ചറിയാൻ കഴിഞ്ഞതിൽ ഞാൻ ദുഃഖിക്കുന്നു. അതേസമയം തന്നെ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ തിന്മയെ എതിർക്കുന്നതിലുള്ള ഒരു അപകടം, ദൈവം നമ്മെ ലോകത്തിലാക്കി വച്ചിരിക്കുന്നത് തിന്മയെ എതിർക്കാനല്ല, പിന്നെയോ നന്മ പ്രവർത്തിക്കാനാണ്. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോയിൽ ഞാനത് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷം ക്രിസ്ത്യാനികളുടെയും വിശ്വാസം നാം പാപം ചെയ്തില്ല എന്നതുകൊണ്ട് മതിയായി എന്നാണ്. അങ്ങനെയല്ല. തിന്മ ചെയ്യാതിരിക്കുന്നത് വലിയ പാപമാണ് എന്ന യേശുവിൻ്റെ ആശയം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. അതുകൊണ്ട് നിഷ്ഫലമായി, നിഷ്ക്രിയമായി, അവിടെയും തൊട്ടില്ല ഇവിടെയും തൊട്ടില്ല, ഞാനെന്ന് പറഞ്ഞല്ലേ രാമനാരായണ എന്ന വിധത്തിൽ കഴിഞ്ഞിട്ട് സ്വർഗത്തിൽ കയറാമെന്ന് വിചാരിക്കുന്ന ക്രിസ്ത്യാനിയുടെ ഈ എമണ്ടൻ മണ്ടത്തരം, അതിൻ്റെ പൊള്ള തിരിച്ചറിയാൻ കാലം വൈകിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആത്മീയമായ ദൗത്യം, നിയോഗം നന്മ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ന്യായമായും എന്നോട് ചോദിക്കും, നന്മ എന്നാൽ എന്താണ്? നന്മ എന്നാൽ എന്താണ്? പ്രിയമുള്ളവരെ, ഇതിനെ സംബന്ധിച്ച് എനിക്ക് 2 കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ഒന്ന്, ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും നന്മ എന്നാൽ എന്താണ് എന്നതിനെപ്പറ്റി ആവശ്യമായ ഗ്രാഹ്യമുണ്ട്. അറിവല്ല നമ്മുടെ പ്രശ്നം, അല്ലെ അറിവുകേടല്ല നമ്മുടെ പ്രശ്നം. അറിയുന്നതിനെ ആചരിക്കുവാനുള്ള നമ്മുടെ വൈമനസ്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിലുള്ള വൈകല്യമാണ്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നു, ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ഞാൻ അറിയുന്നു, അറിവുകേടല്ല എൻ്റെ പ്രശ്നം. അങ്ങനെ അറിയുമ്പോഴും ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്ന നന്മകൾ ചെയ്യാതെയും ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന തിന്മകൾ ചെയ്തുമാണ് ഞാൻ കഴിയുന്നത്. അപ്പോൾ അറിവ് മാത്രമല്ല നമ്മുടെ പ്രശ്നമെന്ന് വളരെ വ്യക്തമാണല്ലോ. എന്നാൽ ഇതിൻ്റെ മറ്റൊരു വശമുണ്ട്. അത് അറിവുകളെ നാം ഭയപ്പെടുന്നവരാണ്. ബോധവൽക്കരിക്കപ്പെടുക എന്ന് പറയുന്ന പ്രക്രിയയെ നാം ഭയപ്പെടുന്നവരാണ്. അത് 2 കൂട്ടരും ഭയപ്പെടുന്നുണ്ട്. ഇപ്പം നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾക്ക് ജനങ്ങൾ ബോധവൽക്കരിക്കപ്പെട്ടാൽ അവർ തങ്ങളുടെ പിടിയിൽ നിന്ന് വിട്ടുപോകുമെന്ന ഭീതിയുള്ളത് കൊണ്ട് ജനങ്ങളെ അറിവുകേടിൻ്റെ തൊഴുത്തിൽ കെട്ടിയിട്ടാൽ തങ്ങൾക്ക് സ്ഥിരമായ നന്മയും ആശ്വാസവും ഉണ്ടാകും എന്ന നിലപാടാണ് സഭാ നേതൃത്വം നൂറ്റാണ്ടുകളായി അവലംബിച്ചുകൊണ്ടിരുന്നത് എന്ന് ചരിത്രമറിയുന്നവർക്കറിയാം. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ടാണ് സ്പാനിഷ് ഇൻക്വിസിഷൻ പോലെയുള്ള അതിഭീകരമായ സംരംഭങ്ങൾ യേശുവിൻ്റെ പേരിൽ, സ്നേഹം തന്നെ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പേരിൽ, കരുണാമയനായ ദൈവത്തിൻ്റെ പേരിൽ വലിയ ക്രൂരതകൾ അഴിച്ചുവിട്ടത് എന്ന് മാത്രം പറഞ്ഞാൽ പര്യാപ്തമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ വിശ്വാസികൾക്കും ആത്മീയതയുടെ ആഴമേറിയ സത്യങ്ങൾ അറിയുവാൻ ഭയമാണ്. കാരണം എന്താണ്? സത്യമറിഞ്ഞാൽ നമ്മുടെ അവസ്ഥയിൽ മാറ്റം വരണം. സത്യത്തിൻ്റെ ഒരു വലിയ പ്രശ്നം, സത്യം ചെയ്യുന്ന ഏറ്റവും വലിയ ശല്യം, നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മെ ഒന്ന് ഇളക്കി വിടും. കാരണം സത്യത്തെ അറിയുക എന്ന് പറഞ്ഞാൽ നാം ഇപ്പോഴായിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നാം വെച്ചു പുലർത്തുന്ന അറിവിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ അറിഞ്ഞു എന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെ അറിയുന്നതനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരു നിർബന്ധം ഈ സത്യത്തിനുണ്ട്. സത്യത്തെ ദൂരെ മാറിയെന്ന് അറിഞ്ഞതുകൊണ്ട് സത്യമാകയില്ല. അതുകൊണ്ടാണ് പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു, സത്യം എന്നാൽ എന്ത്? അവന് ഉത്തരം കൊടുക്കാതിരുന്നത്. കാരണം താത്വികമായൊരു ഉത്തരം പ്രാപിച്ചിട്ട്
പിന്നെ ആ കസേര ഒഴിയാതെ അവിടെ തന്നെ ഇരുന്ന് അസത്യവും അനീതിയും ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനോട് സത്യത്തിൻ്റെ ഒരു നിർവചനം കൊടുത്താൽ എന്താണ് പ്രയോജനം? അനുസരണത്തിൽ കൂടെ മാത്രമേ സത്യം എന്താണെന്ന് യഥാർത്ഥത്തിൽ അറിയുവാൻ സാധ്യമാകുകയുള്ളൂ. ഒരു സാഹചര്യം, ഒരവസ്ഥ, ദൈവികമായ ഒരു സാധ്യത സത്യമാകുന്നത് അതിൽ വിശ്വാസികൾ വിശ്വസിക്കുകയും അതിനെ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ കൂടെ അത് ഈ ഭൂമിയുടെ പരപ്പിൽ ഒരു യാഥാർത്ഥ്യമാക്കി തീർക്കുകയും ചെയ്യുന്നതിലൂടെയാണ്. അതുകൊണ്ടാണ് യേശു നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. അതായത് ദൈവത്തിൻ്റെ ഹിതം സത്യമായി ഈ ഭൂമിയുടെ പരപ്പിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ, അനുഭവത്തിൽ രൂപാന്തരപ്പെടണമെങ്കിൽ, സ്ഥിതി ചെയ്യണമെങ്കിൽ അതിനെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന വിശ്വാസികളുണ്ടായിരിക്കണം. അതില്ലാത്തിടത്തോളം കാലം ദൈവഹിതമെന്ന് പറയുന്നത് അസത്യമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യജാതിക്ക് അത് അനുഭവവേദ്യമല്ല. അത് ചില വാക്കുകളായി, ശബ്ദങ്ങളായും അവിടെ ഇവിടെയും തങ്ങി നിൽക്കുന്നു. അതിന് സത്യത്തിൻ്റെ വില കൽപ്പിക്കാൻ ആരും കൂട്ടാക്കയില്ല. ഇപ്പോൾ നിങ്ങൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. കഴിഞ്ഞ 2000 വർഷമായിട്ട് ഇത് പറയുന്നു. ഇത് സത്യമാണോ അസത്യമാണോ നിങ്ങൾ പറയൂ. അപ്പോൾ പറയും ദൈവരാജ്യത്തിൻ്റെ ഇഹലോക ആവിഷ്കാരം സഭയാണ്. ഈ സഭയുടെ ജീവിതത്തിൽ എവിടെയാണ് സത്യം കാണാൻ കഴിയുന്നത്? എവിടെയാണ് നീതിയും കരുണയും സാഹോദര്യവും കാണാൻ കഴിയുന്നത്? അപ്പോൾ ഈ പറയുന്ന കാര്യം സത്യമാണോ കള്ളമാണോ? സ്നേഹം ഉണ്ടോ? ഉണ്ട്. സത്യമുണ്ടോ? ഉണ്ട്. നീതിയുണ്ടോ? ഉണ്ട്. കരുണയുണ്ട്. ഇത് സത്യമാണോ? സത്യമാകണമെങ്കിൽ അതിൽ വിശ്വസിച്ച് അതിൻ്റെ മർമ്മങ്ങളെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ജീവിതത്തിൽ മാത്രമേ അത് സത്യമാകുകയുള്ളൂ. ഇത് വിശ്വാസ സമൂഹം മനസ്സിലാക്കാൻ മടിക്കുകയാണ്. കാരണം ഇത് മനസ്സിലാക്കുന്ന നിമിഷത്തിൽ തന്നെ നമുക്ക് ചുമതല ബോധവും ദൗത്യബോധവും ഉണ്ടാകും. അത് ഇച്ചിരി മെനക്കേടാണ്. കൈ നനയാതെ വെള്ളം പിടിച്ച് എങ്ങനെയെങ്കിലും യോർദാനക്കര കടന്ന് സ്വർഗത്തിലൊരിടം പിടിക്കുക എന്നത് മാത്രം ലാക്കാക്കിയിരിക്കുന്ന നാമധേയ ക്രിസ്ത്യാനിക്ക് സത്യത്തോടോ ആത്മീക ആഴത്തിലുള്ള അറിവിനോടോ എന്തെങ്കിലും താല്പര്യമുണ്ടാകാൻ സാധ്യമല്ല. അതേസമയം തന്നെ ഓരോരുത്തരും ഉൾപ്പെട്ടിരിക്കുന്ന സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറി ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെയുള്ളവരെ സംഘടിതമായി ചേർന്ന് ചെറുത്ത് ആക്രമിക്കുകയും തോൽപ്പിക്കുകയും ചെയ്യുക ഞങ്ങളുടെ മതപരമായ വീര്യമാണ് എന്ന് യാതൊരു മടിയുമില്ലാതെ, ഹെസിറ്റേഷനുമില്ലാതെ വിശ്വസിക്കുകയും അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്യും. എവിടെയെങ്കിലും ഒരു കള്ളക്കുരിശ് കുഴിച്ചിട്ടിട്ട് അവിടെ തോമസ് ലീഹ കൊണ്ടുവന്ന കുരിശാണെന്ന് പറഞ്ഞാൽ ആ ഇടം സംരക്ഷിക്കാനായിട്ട് 14 പേരവിടെ നിൽക്കും. എന്നാൽ ഇന്ന കാര്യം കള്ളമാണ്, അനീതിയാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ ആ ഒരു പ്രസ്താവന അംഗീകരിക്കപ്പെട്ടാൽ എൻ്റെ സഭയ്ക്ക് അതുകൊണ്ട് സാമ്പത്തികമായ നഷ്ടം വരുമെന്നാരെങ്കിലും തീരുമാനിച്ചാൽ അങ്ങനെ പറയുന്നവരെ എത്രയും പെട്ടെന്ന് കൊന്നൊടുക്കാനും ശ്രമിക്കുകയുള്ളൂ. ഇതാണ് നമ്മുടെ അവസ്ഥ എന്ന് തിരിച്ചറിയുക. എൻ്റെ ഉദാഹരണം ഞാൻ പറയാം. ഞാനത് വായുവിൽ സംസാരിക്കുകയല്ല എന്ന് തിരിച്ചറിയുക. ഐ എം നോട്ട് ടോക്കിംഗ് ഇൻ ദ എയർ. ഇപ്പോൾ ഓർത്തഡോക്സ് യാക്കോബ തർക്കത്തിൽ 2017 ആണ്ടിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് ലഭിച്ച സുപ്രീം കോടതി വിധി, അതെങ്ങനെ ലഭിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് വന്നപ്പോൾ അതിൻ്റെ ഉള്ളടക്കം അതുപോലെ നടപ്പാക്കിയാൽ അത് വലിയ അനീതിയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഓർത്തഡോക്സ് സഭയിലെ ആദരണീയരായ 5 പുരോഹിതന്മാർ, 5 7 എന്നെനിക്ക് ഓർമ്മയില്ല. അതിലൊന്ന് ജോഷുവ അച്ഛനാണ്, മറ്റൊന്ന് എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നതും ഞാൻ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതുമായ KM ജോർജ് അച്ഛനാണ്. മൂന്നാമത്തെ ഒരാൾ മരിച്ചുപോയ O തോമസ് അച്ഛനാണ്. ഇവർ ഒരു നിലപാടെടുത്തു. പക്ഷെ അവരെ സഭയുടെ ശത്രുക്കളായി മുദ്രയടിച്ചു എന്നാണ് എൻ്റെ യാഥാർത്ഥ്യം. അവരെ നിശബ്ദരാക്കി കളഞ്ഞു. ദേ വർ സൈലൻസ്ഡ് ഓവർ നൈറ്റ്. അതിൽ അവരെ ബഹുമാനിക്കുന്ന, അവരെ അടുത്തറിഞ്ഞ, അവരുടെ നന്മകൾ എന്താണെന്ന് അറിയാവുന്ന ഒരൊറ്റ ഓർത്തഡോക്സ് വിശ്വാസിയും അതിനെതിരെ ശബ്ദം ഉയർത്തിയില്ല. ഇതാണ് നമ്മുടെയുള്ള നടപ്പ് എന്ന് ഞാൻ സൂചിപ്പിക്കുക മാത്രമാണ്. അതുകൊണ്ട് തിന്മ കൊണ്ട് തിന്മയെ ജയിക്കുവാൻ സാധ്യമല്ല.
നാം തിന്മയെ എതിർക്കുന്നത് നമ്മുടെ ഉള്ളിലെ തിന്മ കൊണ്ടാണ് എന്നതാണ് യേശു പഠിപ്പിക്കുന്നത്. എന്നാൽ നാം എന്തു ചെയ്യണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്? തിന്മയെ നന്മ കൊണ്ട് ജയിപ്പീൻ. അപ്പോൾ അവിടെ ഇംഗ്ലീഷിൽ ഓവർകം എന്ന വാക്കാണ് ഉദ്ദേശിക്കുന്നത്. ഓവർകം ഈവിൾ വിത്ത് ഗുഡ്. ഈ ഓവർകം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തിന്മ എവിടെയാണെങ്കിൽ അതിൻ്റെ ഉയരത്തിൽ നിന്ന് അതിനെ സമീപിപ്പീൻ. തിന്മയുടെ അതേ ലെവലിൽ നിന്നുകൊണ്ടല്ല, അതിനേക്കാൾ ഉന്നതമായ ഒരു നിലപാടിൽ നിന്ന്. അല്ല, തിന്മയോട് അതേ ലെവലിൽ നിന്ന് യുദ്ധം ചെയ്താൽ നിങ്ങൾ തിന്മയ്ക്ക് കീഴടങ്ങിപ്പോകും. എന്നാൽ തിന്മയെ നിങ്ങൾ സമീപിക്കേണ്ടത് അതിൽ നിന്ന് ഉയരത്തിലുള്ള ഒരു നിലപാടിൽ നിന്നാണ്. അതാണ് യേശു ചെയ്തത്. എന്ന് പറഞ്ഞാൽ യേശു തിന്മയായി എതിർത്തിട്ടില്ല. അങ്ങനെയല്ല. എങ്ങനെയാണ് തിന്മയെ യേശു അതിജീവിച്ചത്, പരാജയപ്പെടുത്തിയത്? നന്മകൾ ചെയ്തിട്ടാണ്. അത്ഭുതകരമായ, അവിസ്മരണീയമായ നന്മകൾ. ഒരുത്തൻ തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി തൻ്റെ ജീവനെ യാഗമായി അർപ്പിക്കുന്നതിൽ അപ്പുറം വലിയ സ്നേഹമുണ്ടോ എന്ന് യേശു ചോദിക്കുന്നു. മനുഷ്യജാതിക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുത്ത ആ വലിയ നന്മ, മനുഷ്യബുദ്ധിയെ കവിയുന്ന നന്മ, ഓടി നടന്ന് നന്മ ചെയ്ത നന്മ, മനുഷ്യനിർമ്മിതമായ എല്ലാ അതിരുകളെയും ലേബലുകളെയും വലിച്ചെറിഞ്ഞിട്ട് എല്ലാവരും ദൈവമക്കളാണ്, ദൈവസൃഷ്ടിയാണ് എന്ന ആത്യന്തികമായ വിശ്വാസത്തിൽ യാതൊരു വിവേചന രുചിയുമില്ലാതെ, എൻ്റെ കണികയില്ലാതെ, ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ അനവരതം നന്മ നിലനിർത്തുന്നതിൽ അധ്വാനിച്ച ആ ഒരു മാതൃക, ആ മാതൃകയിൽ നിന്ന് ഉത്ഭവിച്ച പഠിപ്പീരുകൾ, അതെന്തെന്നറിയുവാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാനും സഭാജീവിതത്തെ ക്രമീകരിപ്പാനും ആർക്ക് താല്പര്യമുണ്ട്? പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ആശയം, ആദർശം, മാനദണ്ഡം അനുസരിച്ച് സഭയുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നാം കൂട്ടാക്കാത്തിടത്തോളം കാലം നമുക്ക് ആത്മീയമായ ഭാവിയില്ല. ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ എല്ലാ ഞായറാഴ്ചയും, കുറഞ്ഞ പക്ഷം എല്ലാ ഞായറാഴ്ചയും, യേശുവിൻ്റെ പഠിപ്പീരുകളെ മാത്രം ആസ്പദമാക്കി അതിൻ്റെ ആഴങ്ങളെ അന്വേഷിച്ചുകൊണ്ടും അനാവരണം ചെയ്തുകൊണ്ടുമുള്ള സുവിശേഷ ദൂതുകൾ ഏവർക്കായി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഞായറാഴ്ച മാത്രമല്ല, ഒട്ടുമുക്കാലും ദിവസങ്ങളിൽ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മോൺസൺ മൗങ്കലിനെ പറ്റി, അല്ലെങ്കിൽ അമിത് ഷായെ പറ്റി, അല്ലെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ പറ്റി, അല്ലെങ്കിൽ കേരളത്തിൽ നടന്നൊരു കൊലപാതകത്തെപ്പറ്റി ഒരു വീഡിയോ ഇട്ടാൽ അത് എത്ര പേർ കാണുമോ അതിൻ്റെ 10-1 ആളുകൾ മാത്രമേ യേശുവിൻ്റെ ആത്മീകമായ ദർശനം എന്ത് എന്ന് വിശദീകരിക്കുന്ന ഒരു വീഡിയോ കാണുകയുള്ളൂ. ഇത് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ അഭിമാനത്തോടുകൂടെ എനിക്ക് പറയാൻ കഴിയും, മറ്റെല്ലാ സാമൂഹ്യ മാധ്യമ ചാനലുകളേക്കാൾ ക്രിയാത്മകമായ ആത്മീയ ആശയങ്ങളോട് ആത്മാർത്ഥമായ ഉൾപ്രേമമുള്ളവർ നമ്മുടെ ചാനലിൽ വളരെയധികമാണ്. മറ്റുള്ള ചാനലുകളിൽ ഇങ്ങനെയുള്ള ആശയങ്ങൾ ഒരിക്കൽ പോലും ഇടുവാൻ സാധ്യമല്ല. അങ്ങനെ ഇട്ടാൽ ആ ചാനൽ പൊട്ടിപ്പോകുമെന്ന് ഭീതിയുള്ളവരുണ്ട്. ഞാൻ ആരുടെയും പ്രത്യേകമായ ഡീറ്റെയിൽസ് പറഞ്ഞ് സമയം കളയുന്നില്ല. കാരണം നമ്മുടെ താല്പര്യങ്ങൾ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് വളരെ വ്യക്തമായ, ശ്രദ്ധേയമായ ഒരു പ്രസ്താവനയാണിത്. നിങ്ങൾ തിന്മയെ എതിർക്കരുത്. അതിൻ്റെ അർത്ഥം തിന്മയോട് സഹകരിക്കണമെന്നോ തിന്മ സഹിച്ച് കിടക്കണമെന്നോ അല്ല. തിന്മയെ എതിർക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങളുടെ ദൗത്യം പൂർത്തീകരിക്കപ്പെടുന്നില്ല. പിന്നെയോ തിന്മയുടെ വീര്യം, സ്വാധീനം, ആധിപത്യം കുറയ്ക്കുകയും ക്രമേണ ഇല്ലാതാക്കുകയും ചെയ്യണമെങ്കിൽ ഈ ലോകത്തിൽ നന്മ പ്രാബല്യത്തിൽ വരണം. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ,
ഞാൻ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയിൽ അവിടെ നിന്നൊരു ഉദാഹരണം എടുത്തുകൊള്ളട്ടെ. ഭാരതത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും എക്സാമിനേഷൻ പരീക്ഷ നടക്കുമ്പോൾ അവിടെ ഡാപ്പ് അടിക്കുക, കോപ്പി അടിക്കുക, അല്ലെങ്കിൽ യൂസിങ് അൺഫെയർ മീൻസ് വളരെ സാധാരണമാണ്. എന്നാൽ ആ ഒരു പ്രവൃത്തി ചെയ്യുന്നത് മിടുക്കാണ്, അങ്ങനെ ചെയ്യാത്തവൻ മണ്ടനാണ് എന്നുള്ള ധാരണ ആ സമൂഹത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ഒരു തിന്മയ്ക്ക് പോംവഴി ഉണ്ടാകുകയില്ല. തുടർന്നുകൊണ്ടേയിരിക്കും, വളർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ അതേ സമൂഹത്തിൽ നാം ഒരു തിരിച്ചറിവ്, ഒരു വെളിച്ചം പകരുകയാണ്. അതായത് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവർ നികൃഷ്ടരാണ്, അവർക്ക് ബൗദ്ധികമായ യാതൊരു വളർച്ചയും ഉണ്ടാകുവാൻ സാധ്യമല്ല, അവർ അവരെ തന്നെ വഞ്ചിക്കുകയാണ്, ഇതുകൊണ്ട് ഭാവിയിൽ യാതൊരു പ്രയോജനവുമില്ല. നിങ്ങളൊരു പരീക്ഷ പാസ്സായതുകൊണ്ട് ഈ പരീക്ഷ പാസ്സായ ശേഷം നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോയിരുന്നാൽ നിങ്ങൾ അവിടെ ഇരുന്ന് ബബ്ബ പറയത്തേ ഉള്ളൂ. ഞാനങ്ങനെ ആയിരക്കണക്കിന് PhDക്കാരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ആളാണ്. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. PhD കൊണ്ട് വരുന്ന ആളുകൾക്ക് 2 വാചകം 3 വാചകം അർത്ഥവത്തായി സംസാരിക്കാൻ കഴിയാത്ത ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെയാണ്. അതിങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളിൽ നിന്ന്, ശോചനീയമായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. ഇതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? യഥാർത്ഥത്തിൽ ആശയങ്ങളെ സ്നേഹിക്കണം, ആഴങ്ങളെ അന്വേഷിക്കണം. പരീക്ഷ പാസ്സാകുന്നതിനേക്കാൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വികസനമാണ് ഏറ്റവും അഭികാമ്യം, അതാണ് വലിയ നേട്ടം എന്നുള്ളൊരു ധാരണ ഒരു സമൂഹത്തിൽ വ്യാപകമായി പരത്തുവാനിടയായാൽ ഈ എക്സാമിനേഷൻ പരീക്ഷയിൽ നടക്കുന്ന ഡാപ്പടികളും അൺഫെയർ മീൻസും എല്ലാം പോവും. എന്നാൽ ഈ ആശയം പടരാതെ, അത് ജനം സ്വീകരിക്കാതെ, അത് വിദ്യാർത്ഥികളുടെ ഇടയിൽ സ്വീകാര്യത പ്രാപിക്കാതെ ഈ രോഗത്തിന് മരുന്നില്ല. അവിടെ പരീക്ഷാ ഹാളിൻ്റെ ചുറ്റും പോലീസിനെ കൊണ്ട് നിറച്ചാൽ ആ പരീക്ഷ എഴുതാൻ വരുന്ന വിദ്യാർത്ഥികളുടെ അപ്പനും അമ്മയും അവിടെ കാവൽ നിൽക്കുന്ന പോലീസുകാർക്ക് നല്ല കൈക്കൂലി കൊടുത്ത് പോലീസുകാരെ കൊണ്ട് തന്നെ ഈ സാധനം അകത്തെത്തിച്ച് അവരുടെ മക്കൾ കോപ്പി ചെയ്യും, പരീക്ഷയിൽ ജയിക്കും. അതുകൊണ്ട് തിന്മ കൊണ്ട് ചെറുത്ത് തോൽപ്പിക്കാൻ സാധ്യമല്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാൻ നമുക്ക് കഴിയട്ടെ. നമുക്കെല്ലാവർക്കും പരിചയമുള്ളതുപോലെ അന്ധകാരത്തെ ശപിക്കുന്നതിനേക്കാൾ ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, യേശുവും ദേവാലയം ശുദ്ധീകരിച്ചില്ലേ? ശുദ്ധീകരിക്കണം. അതെന്തുകൊണ്ടാണ്? അവിടെയുള്ള പുരോഹിത വർഗത്തോട് ശത്രുതയുണ്ടായിട്ടല്ല. ഇതെൻ്റെ പിതാവിൻ്റെ ആലയമാണ്, സർവ്വജാതികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനാലയമാണ്. അതിനെ നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി. ഇവിടെ സത്യ ആരാധന നടക്കേണ്ടതിന് ഈ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ആ ശുദ്ധീകരണം ആവശ്യമാണ് എന്നത് പ്രസ്താവിക്കുന്നതിന് വേണ്ടി അന്നത്തെ പുരോഹിതവർഗം ഉപയോഗിക്കുന്ന തന്ത്രം ഉപയോഗിച്ചല്ല യേശു അതിനെ ചെറുത്തത്. പുരോഹിതവർഗം ഉപയോഗിക്കുന്ന തന്ത്രം എന്താണ്? ഒരിക്കലും സത്യം നേരെ ചൊവ്വേ പറയത്തില്ല. അവർക്ക് 10 പുത്തനുണ്ടാക്കണമെങ്കിൽ അത് ദൈവത്തിന് നേരെ അയച്ചു കൊടുക്കുന്ന പോസ്റ്റ് ഓഫീസാണ് ഞങ്ങളെന്ന് പറഞ്ഞേലേ. ദൈവവേല എന്ന് പറയും. യേശു പറയുന്നത് ദൈവവേലയല്ല, നീ നടത്തുന്ന ചന്തയാണ്. ആ ചന്തയോട് ഇങ്ങനെ ഞാൻ പ്രതികരിക്കും. കാരണം ഇത് ചന്തയുടെ സ്ഥലമല്ല, ഇത് അനേകർക്ക് നന്മ വരുന്നതിന് വേണ്ടി നിരന്തരമായ മനുഷ്യൻ്റെ മനസ്സ് തീ പോലെ കത്തേണ്ട ഇടമാണ്. ആ ഒരു ദർശനമില്ലായെങ്കിൽ, ആ ഒരു ആവേശമില്ലായെങ്കിൽ പിന്നെ ചന്തയല്ലേ നല്ലത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ദയവായി ഈ കാര്യങ്ങൾ പരിഗണിക്കണം. നാം ആയിരിക്കുന്ന അവസ്ഥ എത്ര ഭീകരമാണ്, ശോചനീയമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനുള്ള മാർഗം എന്തെന്ന് നിരന്തരം അന്വേഷിക്കുകയും മുട്ടിപ്പായി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട കാലം ഇതാകുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.